ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് അവിയലുണ്ടാക്കിയാലോ. അവിയൽ സദ്യയ്ക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വിഭവമാണ് അല്ലേ. പലരും പലതരത്തിലാണ് അവിയൽ വെക്കുന്നത്. വെജിറ്റബിൾസൊക്കെ പല രീതിയിലുള്ളതായിരിക്കും ചേർക്കുന്നത്. അപ്പോഴതിൻ്റെ ടേസ്റ്റിനും വ്യത്യാസം ഉണ്ടായിരിക്കും. ഞാനുണ്ടാക്കുന്ന അവിയൽ എങ്ങനെയാണെന്ന് നോക്കിയാലോ. ഞാൻ അതിനായിട്ട് ഒരു കഷ്ണം ചേന അരിഞ്ഞത് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. 2 ഏത്തക്ക അരിഞ്ഞതാണ്. ചെറിയ സൈസ് ചേമ്പാണ്, അതുകൊണ്ടാണ് അത്ര നീളമില്ലാതെ അരിഞ്ഞു വെച്ചേക്കുന്നത്. അത് ഒരു 6-7 എണ്ണം ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ചെറിയൊരു ക്യാരറ്റ് അരിഞ്ഞത്, ഇതൊരു വഴുതനങ്ങ അരിഞ്ഞതാണ്. കുമ്പളങ്ങയുടെ ഒരു ചെറിയൊരു കഷ്ണം അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. 2 മുരിങ്ങയ്ക്ക നെടുകെ കീറി അരിഞ്ഞെടുത്തതാണ്. ഇത്രയാണ് നമുക്ക് കഷ്ണങ്ങളായിട്ടുള്ളത്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി കൂടി പോരുത്, തീരെ കുറച്ച് എണ്ണ ഇടാവൂ. ഇതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. എന്നാൽ ഈ ചേന പെട്ടെന്ന് വേവുന്ന ചേനയാണ്. ചില ചേനകൾ വേവത്തില്ല. വേവാത്ത ചേനയാണെങ്കിൽ അതൊന്ന് വേവിച്ചിടാൻ ശ്രദ്ധിക്കണം. ഈ കഷ്ണങ്ങളുടെ കൂടെ വെന്ത് വരാൻ പാടായിരിക്കും. വെളിച്ചെണ്ണയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 മുളക് കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം, കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് വരാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് അരപ്പൊക്കെ തയ്യാറാക്കാം. നമ്മുടെ അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ വെന്തോ നോക്കാം. അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇത് ഇളക്കി കൊടുത്തിട്ട് ഒന്നും കൂടെ അടച്ചു വെച്ച് വേവിക്കാം. അരപ്പിനായിട്ട് വലിയൊരു മുറി തേങ്ങയാണ് എടുത്തേക്കുന്നത്. അത് തിരികെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ഉണ്ടമുളക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഓരോരുത്തരും ഓരോ രീതിയിലാണ് അവിയലുണ്ടാക്കുന്നത്. ഞാനുണ്ടാക്കുന്ന രീതിയാണ് ഈ കാണിക്കുന്നത്. ഇതിലേക്ക് 6-7 ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഒരു 3-4 വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ജീരകം, അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കാരണം ഈ തേങ്ങായി കളറിന് വേണ്ടിയിട്ട് മാത്രം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ കഷ്ണത്തിന് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടല്ലോ. നമ്മൾ തോരനൊക്കെ ചതയ്ക്കത്തില്ലേ, ആ ചതയുന്നതിൽ നിന്ന് കുറച്ചും കൂടെ അരഞ്ഞു വരണം. ആ ഒരു രീതിയിൽ അരച്ചെടുക്കാം. അരപ്പൊക്കെ ഞാൻ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഏതാണ്ട് ഈ ഒരു രീതിക്കാണ് ഞാൻ അരച്ചെടുക്കുന്നത്. വെള്ളമൊന്നും ഒഴിക്കാതെ വേണം അരച്ചെടുക്കാനായിട്ട്. കഷ്ണങ്ങളെല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചേക്കുന്ന അരപ്പിട്ട് കൊടുക്കാം. അരപ്പൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് അതുപോലെ തന്നെ ഇരിക്കട്ടെ. ഇനി നമുക്ക് അടച്ചു വെച്ച് ഒന്നും കൂടെ അത് വേവിച്ചെടുക്കാം. അരപ്പിനൊക്കെ നല്ലപോലെ ആവി കയറി വന്നിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ചെറുതായിട്ട് ഇച്ചിരി വെള്ളമേ ഉള്ളൂ. അത് അരപ്പൊക്കെ ഒന്ന് റെഡിയായി വരുമ്പോഴത്തേനും അതിൻ്റെ വെള്ളം അങ്ങ് പറ്റിക്കോളും. അവിയലൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അതിലേക്ക് അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിന് കൂടെ തന്നെ 1.5 സ്പൂൺ തൈര് ഇട്ട് കൊടുക്കാം. അധികം പുളിയില്ലാത്ത തൈര് നോക്കി ഇടണം. ഇതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഇളക്കി കൊടുക്കാം. അപ്പോഴും നമ്മുടെ അവിയലൊക്കെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. ബൈ.